ചിരിച്ചോടാ ചിരിച്ചോ. എന്നിട്ടേ ഇവക്ക് പറ്റിയ ഒരാളെ തേടി കണ്ടുപിടിക്കും. നിത്യക്ക് പറ്റിയ പോലെ ഏതെങ്കിലും ഒരു തന്റെ കയ്യിൽ അങ്ങ് ചെന്ന് പെട്ടോളും. അതോടെ തീരുവളുടെ തുള്ളല്. ഒച്ചയും ബഹളമൊന്നും ഉണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പഴേ തുടങ്ങിയോ? അച്ഛാ, അമ്മായി വിമലേട്ടന് പുതിയ പെണ്ണാലോചന നടത്തിയതാ. പെണ്ണാരെന്നറിയോ? ഇവള് നമ്മുടെ ശ്രുതി. ചെയ്ത എന്താ കുഴപ്പം? നിത്യയുടെ ഭർത്താവിനെ കുറിച്ചുള്ള പരാതിയൊന്നും എന്റെ മോനെ കുറിച്ചില്ലല്ലോ. നളിനി, ഈ നാട്ടിൽ ഇഷ്ടം പോലെ പെമ്പിള്ളേരുണ്ടല്ലോ. ഏട്ടന്മാരുടെ കുടുംബം നശിപ്പിച്ചടങ്ങുന്ന് നീ എന്താ വാശി പിടിച്ചിരിക്ക? ഒരു കാര്യം അടുക്കളപ്പുറത്ത് പറഞ്ഞത് പറഞ്ഞു. ഇനി ഇങ്ങനൊരു കാര്യം അമ്മയുടെയോ മകന്റെ വായിൽ നിന്ന് വന്ന ഒരൊറ്റ ചവിട്ട് കണ്ടിനും തീർത്തളയും. മനസ്സിലായോ? ചെയ്യടാ അമ്മ. എന്താ രണ്ടുപേരും കൂടി അവിടെ തന്നെ നിന്ന് കളഞ്ഞ്? കയറുവാ. വരൂ. താൻ കയറിക്കോ. ഞാനില്ല. എന്തുറ്റി? ഇവരൊക്കെ ഇവിടെ സ്ഥിരതാമസാക്കിയ കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. ചെറിയച്ഛന്റെ അസുഖത്തിന്റെ കാര്യം അറിഞ്ഞതല്ലേ? ആ, അറിഞ്ഞു. അസുഖം മാറിയതല്ലേ? താനേ അച്ഛനെ കണ്ട് പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇതെന്താ ജീവേട്ട ഇങ്ങി കേറാത്തെ? എന്ത് പറ്റി മോനെ? ഉമ്മറത്തിൽ നിരന്നു നിൽക്കുന്നത് അച്ഛൻ്റെ ബന്ധുക്കളൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് അവർ ശത്രുക്കളാ. നിത്യ ഞാൻ താലി കെട്ടുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങളൊക്കെ അച്ഛൻ മറന്നാലും പുറത്താലും എനിക്ക് പറ്റില്ല. എന്നെയും നിത്യയും വേർപെടുത്താൻ ശ്രമിച്ചവരാരായാലും അവരെന്നേക്കും എൻ്റെ ശത്രുക്കളാ. ജീവ, ഇവർ ഈ വീട്ടിനകത്തുണ്ടെങ്കിൽ ഞാൻ അകത്തേക്ക് വരില്ല, ഒരിക്കലും വരില്ല. അത് എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അച്ഛാ, ഒരു മിനിറ്റ് മോളെ, ഞാനിപ്പോ വരാം. നിങ്ങളെല്ലാവരും ഒന്ന് അകത്തേക്ക് വന്നേ. ഇഷ്മിന്റു ഞാൻ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും മോനിതുവരെ പുറത്തിട്ടില്ല.
നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ മോനകത്തേക്ക് കയറില്ല എന്നല്ലേ പറഞ്ഞേ? എന്നാ അവരോട് പൊക്കോളാൻ പറ. എന്നോട് വിഷമൊന്നും തോന്നരുത്. ഇപ്പം മോൻ പറയുന്ന അനുസരിക്കാനേ എനിക്ക് പറ്റൂ. അതുകൊണ്ട് തൽക്കാലം നിങ്ങളെല്ലാവരും അതുകൊണ്ട് തൽക്കാലം ഞങ്ങളെല്ലാരും പുറത്തിറങ്ങി പോണായിരിക്കും അല്ലേ ഏട്ടാ? എനിക്ക് വേറെ നിവൃത്തിയില്ല. അടിയിറക്കി വിടുന്നതോ മനസ്സ് നിന്ന് പുറത്താക്കുന്നതോ അല്ല. ഇപ്പം ഈ മുഹൂർത്തത്തില് നിസ്സഹായനായി നിൽക്കാനേ എനിക്ക് പറ്റൂ. ഇത് എന്ത് ന്യായം ഏട്ടാ? നളിനി, ഏട്ടൻ പറഞ്ഞതനുസരിച്ചാൽ മതി. നിത്യമോളുടെ നല്ല ജീവിതത്തിന് വേണ്ടി എന്തു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറായിട്ടാണ് ഞങ്ങളിവിടെ വന്ന് നിൽക്കുന്നത്. അവര് തിരിച്ചു പോകുന്നവരെ നമ്മളിവിടെ വേണ്ടെന്നല്ലേ ഉള്ളൂ. എന്നാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നമുക്കിറങ്ങാം. അങ്ങനെ ഇറങ്ങാൻ വരട്ടെ. ചിക്കൻ കഴിച്ചിട്ട് പോയ പോരെ അമ്മേ, അതുവരെ അവളോട് പുറത്ത് നിക്കാൻ പറ. എടുക്കണം നോണം കെടുത്താനായിട്ട്. ഇറങ്ങടാ, നടക്ക്. ഏട്ടാ, നിത്യേച്ചി, എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. അച്ഛന് പോയിട്ട് തിരക്കുണ്ട്. മോനെ, ഇനി അകത്തേക്ക് വരാമോ? വരാം. അച്ഛാ, ചില മുഹൂർത്തങ്ങളിൽ ചിലർ വേദനിക്കും. വിവാഹ മണ്ഡപത്തിൽ ഞാനും എൻ്റെ കുടുംബവും ആ വേദന കടിച്ചമർത്തി നിന്ന്. അത് വെച്ച് നോക്കുമ്പോൾ ഇതെത്ര നിസ്സാരം. വാനിത്യ കേറ്. മോളെ മരുമനെ കണ്ടപ്പോ ഏട്ടന്റെ തനി സ്വരൂപം കാണിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ നമ്മളോടുള്ള സ്നേഹം. വല്യച്ഛന്റെ അവസ്ഥ എന്താ നമ്മൾ കണ്ടല്ലേ അമ്മായി? നമ്മളെയൊക്കെ അടിച്ചിറക്കിയിട്ട് അവരകത്തിരുത്തി വെച്ച് പൂജിക്കട്ടെ. ഒരുപാട് കാലത്തേക്കൊന്നും ഉണ്ടാവില്ല എന്തായാലും. നളിനി, നമ്മളോട് ഇറങ്ങിപ്പോവാൻ ഏട്ടൻ പറഞ്ഞപ്പോ ഏട്ടന്റെ വാക്കിൽ വേദന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവും. ഏട്ടന്റെ നെഞ്ച് ചുട്ടു നീറുന്നുണ്ട്. സ്നേഹം കൂടെ നിൽക്കൽ മാത്രമല്ല, ചിലപ്പോഴൊക്കെ അത് ഒഴിഞ്ഞു മാറുന്നതും സ്നേഹം തന്നെയാ. എന്നാ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി.
ആ നടക്ക്. ഞാനിപ്പോ വന്ന കാര്യം പറയാം. അമ്മ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എടോ, അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടിട്ടാ. അസോസിയേഷൻ പ്രോഗ്രാമിന്റെ കാര്യം അവർ നോക്കിക്കോളുമല്ലോ. നിത്യ വെറുതെ ഇതിനൊക്കെ കിടന്ന് ബുദ്ധിമുട്ടുന്നത് കാണണ്ടെന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട്? നിസ്സാര കാര്യല്ലേ ഉള്ളൂ. നിസ്സാര കാര്യങ്ങൾക്ക് പോലും നിത്യ ബുദ്ധിമുട്ടുന്നത് എനിക്കിഷ്ടമല്ല. സ്നേഹം കൊണ്ടല്ലേ മോളെ? ഒരു തരത്തിൽ അതൊരു ഭാഗ്യല്ലേ? അതെ അച്ഛാ. അവിടെ റെസിഡൻസ് അസോസിയേഷനിൽ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. ചെറിയച്ഛനും അമ്മായി ഇനി ഈ വീട്ടിൽ കാലുകുത്താൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ നിത്യയുടെ അച്ഛനോട് അവർ പലതും പറഞ്ഞു കൊടുക്കും. മോള് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ കരുതിയത് എന്തോ വലിയ സംഭവമാണെന്നാ. ഇതൊരു ചെറിയ കാര്യമല്ലേ? നമ്മുടെ നാട്ടിൽ കൃഷിക്കാർ എത്ര പേരുണ്ട്? അച്ഛാ, രാസവളമൊക്കെ ചേർത്ത് കൃഷി ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അവര് വിളവും കൂടുതൽ എടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അത്തരം സാധനങ്ങളല്ല വേണ്ടത്. മനസ്സിലായി മോളെ. സത്യസന്ധതയോടെ മണ്ണിൽ പണിയെടുത്ത് പൊന്ന് വിളയിക്കുന്നവരുണ്ട്. അവരൊരു കൃത്രിമവും ചെയ്യില്ല. ആ, ഞാനൊരു കാര്യം ചെയ്യാം. നമ്മുടെ പ്രസിഡന്റിനെ കൊണ്ട് വിളിപ്പിക്കാം. അദ്ദേഹത്തിനാകുമ്പോൾ ആരാ എന്താന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അവർക്ക് അഡ്വാൻസ് കൊടുക്കാൻ ഞാൻ കുറച്ച് പണം കൊണ്ടുവന്നിട്ടുണ്ട്. അത് അച്ഛന്റെ കയ്യിൽ തരാം. അയ്യോ മോളെ, ഞാൻ പ്രസിഡന്റ് ഇപ്പൊ തന്നെ വിളിക്കാം. മോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചാൽ മതി. ഇതിനിപ്പോ പ്രസിഡന്റ് ഒക്കെ വരേണ്ട കാര്യം എന്താ? അച്ഛനത് കയ്യിൽ വെച്ചോ. സംശയമോ വിഷമൊന്നും ഉണ്ടായിട്ടല്ല. മോളോട് എങ്ങനെയാ പെരുമാറുന്നതെന്നും അറിയാം. എന്നാലും ബാക്കി ചില ആളുകളൊക്കെ ഉണ്ടല്ലോ. വിഷമങ്ങളൊന്നും ഇല്ലല്ലോ എൻ്റെ കുട്ടിക്ക്? അച്ഛൻ വിഷമിക്കാൻ ഒരു കാരണം അന്വേഷിക്കാണോ ഇപ്പോ? എനിക്കവിടെ ഒരു കുഴപ്പമില്ല. എല്ലാവരും സ്നേഹത്തോടെ മാത്രമേ പെരുമാറാറുള്ളൂ. എന്നൊരു മോള് കാണിച്ചേ. അകത്ത് കഴിക്കാൻ എന്താ ഉള്ളത് നോക്ക്. ഇല്ലേ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്ക്. ഇല്ല അച്ഛാ, ജീവന് പോവാൻ തിരക്കുണ്ടാവും. ഹാ മോളെ, കല്യാണം കഴിഞ്ഞു പോയ ശേഷം നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് വന്ന് കയറിയതല്ലേ? എന്തെങ്കിലും ഒന്നും കഴിക്കാതെ ഇറങ്ങിപ്പോയാ എനിക്കത് സങ്കടവും. എന്നാ ശരി, ഞാൻ ഉണ്ടാക്കാം. ഞാനിന്ന് മോൻ്റെ അടുത്തേക്കൊന്ന് ചെല്ലട്ടെ. മോനെ, മോള് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് വേണ്ട വിധത്തിൽ നമുക്ക് ചെയ്യാം. മക്കൾ തന്നോളം വളർന്നാല് പിന്നെ അവര് പറയുന്നത് അച്ഛനും അമ്മയും അനുസരിക്കേണ്ടതാ. എൻ്റെ മോളെ ഇത്രയും നന്നായി നോക്കുന്ന ഒരു കുടുംബം, പ്രത്യേകിച്ച് മോന് മനസ്സിൽ പിടിക്കാത്ത ഒന്നും ഇനി അച്ഛൻ ആവർത്തിക്കില്ല. ഇപ്പോഴത്തേക്ക് ശ്രമിക്ക്. അച്ഛാ, എനിക്കങ്ങനെ ആരോടും വ്യക്തിപരമായ ശത്രുതയില്ല. പക്ഷേ നിത്യയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത് ആരായാലും, അവരായിട്ടുള്ള ബന്ധം എത്ര ശക്തമായാലും എനിക്കത് സഹിക്കാൻ പറ്റില്ല. നിത്യ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ 10-ലൊരു ഭാഗമെങ്കിലും എനിക്ക് അയാളെ തിരിച്ച് സ്നേഹിക്കണ്ടേ അച്ഛാ? അച്ഛൻ്റെ മോൾക്ക് നന്നായിട്ട് സ്നേഹിക്കാൻ അറിയാം. എല്ലാവരോടും കരുതലോടെ പെരുമാറാനും അറിയാം.
ഒരു കുടുംബത്തെ ഒന്നായി കൊണ്ടു നടക്കാനും അറിയാം. ഈ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം അച്ഛൻ്റെ മോള്. അതുകൊണ്ടാ അയാൾക്ക് ഞാനിങ്ങനെ കാവൽ നിൽക്കുന്നത്. അച്ഛൻ തെറ്റിദ്ധരിക്കരുത്. എന്താ ഈ പറയുന്നത്? മോളെ സ്നേഹിക്കുന്നതിന്റെ അളവ് കൂടിപ്പോയതിന്റെ പേരില് തെറ്റിദ്ധാരണ ഉണ്ടാവുകയോ? ഒരിക്കലും ഇല്ല. മാമ്പ ഉള്ളതെന്തെങ്കിലും അല്പം കഴിക്കാം. കഴിക്കണം. അച്ഛൻ്റെ കൂടെ ഇരുന്ന് എന്തെങ്കിലും കഴിക്കണമെന്ന് വരുമ്പോൾ തന്നെ തീരുമാനിച്ചിരുന്നു. അച്ഛന്റെ ഭാഗ്യം. വാ. നീ കിടന്ന് ഓടുവൊന്നും വേണ്ട, നടക്കുമോ നോക്ക്. ഉണ്ടെങ്കിൽ എന്നെ വിളിക്ക്. ആ സതീശനാ, നമ്മുടെ വായനശാലയിലെ. അവന് ഇടയ്ക്ക് 5ഉം 10ഉം ഒക്കെ എൻ്റെ കയ്യിൽ കടം വാങ്ങാറുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പണം ചോദിച്ചപ്പോൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവന് വലിയ വിഷമം. എവിടേക്കോ ചോദിക്കാമെന്ന് പറഞ്ഞിരിക്കുക. ഇനി എത്ര രൂപയുടെ കുറവുണ്ട്? ഒരു 2 ലക്ഷം രൂപയുടെ കുറവുണ്ട്. നീ ഇങ്ങനെ നടന്ന് ബുദ്ധിമുട്ടെന്ന് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം എനിക്കാ. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന്. എടാ, കയ്യിലിരിക്കുന്ന പണം മുഴുവൻ നീ തന്നല്ലേ, പിന്നെ എന്താ? എടാ, നമ്മൾ തമ്മിൽ എന്തിനാടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്നാലും ചെന്ന് പെട്ടുപോയൊരു കെണിയെ. ഞാൻ ആലോചിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ തലവരുന്നത്? പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ സാധാരണ എന്താ ചെയ്യാറുള്ളതെന്നറിയോ? ഏതോ ഒരു അദൃശ്യ ശക്തി നമ്മുടെ പിന്നിലുണ്ടെന്നങ്ങ് വിശ്വസിക്കും. എന്നിട്ട് ധൈര്യപൂർവ്വം അങ്ങ് നടക്കും. എങ്ങനെയോ ഇതുവരെ കാര്യങ്ങൾക്കൊന്നും ഒരു മുട്ട് വന്നിട്ടില്ല. ഇപ്പോഴും ആ അദൃശ്യ ശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഹരി, ഹരി, ഞാൻ തന്നെ അന്വേഷിച്ച് ഇറങ്ങിയതാ. എന്താ പ്രസിഡന്റ് വിശേഷിച്ച്? തന്നെ കാണാൻ എനിക്ക് എന്തിനാടോ വിശേഷം? നമ്മളെല്ലാ കാര്യത്തിനും പരസ്പരം കാണുന്നവരല്ലേ. പക്ഷേ ഇപ്പൊ താൻ ചോദിച്ച ചോദ്യത്തിന് ഒരു വിശേഷമുണ്ട്, ഒരു സത്യമുണ്ട്. എന്താ കാര്യം? ഒരു കൂട്ടരെ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല കർഷകനെ തേടി വന്നിരിക്കുന്നു. എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. കുറച്ച് അകലെയുള്ള ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻകാര് അവരുടെ വാർഷികത്തിന് മായമില്ലാത്ത പച്ചക്കറി വിളമ്പാനും വിൽക്കാനും തീരുമാനിച്ചിരിക്കുന്നു. അത് കറങ്ങി എന്റെ കൈ വരെ എത്തി. ഞാൻ ആലോചിച്ചപ്പോ തന്നേക്കാൾ വലിയൊരു കർഷകൻ നമ്മുടെ ഈ ഗ്രാമത്തിൽ വേറെ ഇല്ലല്ലോ. 2 ദിവസം കഴിഞ്ഞാല് അവരുടെ വാർഷികമാണ്. അതിനു വേണ്ട സകല പച്ചക്കറികളും അങ്ങോട്ടെത്തിക്കണം. അത് ഹരിക്ക് സംഘടിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. പ്രസിഡന്റ്, ഹരി ഇപ്പം ബുദ്ധിമുട്ടിക്കണ്ട. ഹരി വേറൊരു കാര്യത്തിന്റെ ഓട്ടത്തിലാ. എന്ന് പറഞ്ഞ എങ്ങനെ വേണു? നമ്മുടെ നാട്ടിലൊരു കുട്ടി വഴിയാ ഇതിവിടെ എത്തിയത്. ആ കുട്ടി അവരോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാടിന്റെ മഹത്വത്തെക്കുറിച്ചാ. അപ്പൊ നമ്മൾ അവരോട് നീതി കാണിക്കണ്ടേ? ഹരി, താൻ ആ കയ്യൊന്ന് നീട്ടിയേ. രഘുനന്ദന രഘുരഘുനന്ദന രഘുവര സേവന രഘുപതി ഛായന ശതയോജന ശതശതയോജന ശരധി നിയോജന ശരപരിലംഘന ഹരിഭാജന ഹരിഭാജന ഹരിമദഭാജന ദശമുഖ കമ്പണ ബടവാകൃത ബടബടവാകൃത ബടബാണ ബഹുഭസ്മാർച്ചന ജയകീർത്തന ജയ. ഇത് 75,000 രൂപയുണ്ട്. ബാക്കി കണക്കൊക്കെ നിങ്ങൾ തമ്മിൽ പറഞ്ഞാ മതി. താൻ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്ക്. അവർക്ക് മനസ്സിന് പിടിച്ചാ തനിക്ക് സ്ഥിരമായിട്ടൊരു ബിസിനസ്സുമായി. ചെയ്യാം പ്രസിഡന്റ്. ഈ പണം ഇപ്പൊ എന്റെ കൈ കിട്ടിയത് ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തനിക്കൊരു നല്ല കാര്യത്തിന് ഉതകുമെങ്കിൽ അതിലും വലിയ കാര്യം എന്താടോ?
അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇതിന്റെ കാരണക്കാരിയോട് ഇത് കിട്ടി, ബോധിച്ചു, കാര്യങ്ങൾ ഏറ്റു എന്നൊക്കെ താൻ തന്നെ അങ്ങ് പറഞ്ഞേക്ക്. ഹലോ പ്രസിഡന്റ്. ആ മോളെ, അച്ഛൻ ഏൽപ്പിച്ച പണം ഞാനിവിടെ കൃത്യമായിട്ട് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് 100% ഗ്യാരണ്ടിയാ. പ്രസിഡന്റ് ഉറപ്പായിട്ട് പറഞ്ഞതല്ലേ, എനിക്ക് പിന്നെ സംശയമൊന്നുമില്ല. ആള് ഇവിടെ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്, മോളൊന്ന് സംസാരിക്കും. ഉം. ആ ഹലോ